മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു കറി വെക്കാം. എന്തുകൊണ്ടെന്ന് അറിയണ്ടേ? നല്ല ചീമപ്പുളി അല്ലെ ഇരുമ്പം പുളി നമുക്ക് കറി വെക്കാം. ആദ്യം പുളി അരിഞ്ഞ് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വെന്ത ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. അത് വേകുമ്പോഴത്തേക്ക് നമുക്കതിനെ അരച്ചെടുക്കാം. തേങ്ങ, വെളുത്തുള്ളി, ജീരകം എല്ലാം കൂടെ അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കിച്ചൺ ശോശാമ്മ. തേങ്ങ നമുക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇരുമ്പം പുളിയുണ്ട് കറി വെച്ചത്. ഓരോരുത്തരുടെ പുളിയുടെ മൂട്ടി വീണ് വെറുതെ പോവുക. നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് കറി വെക്കാം, അത് ഉപയോഗിക്കാം. പണ്ടുള്ള ആൾക്കാരൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിച്ചപ്പോൾ അതിൻ്റെ ചുറ്റും വീണു. ഇരുമ്പം പുളി കൊണ്ട് നല്ല കറി വെച്ചാൽ നല്ല മാങ്ങാക്കറി പോലെ ഇരിക്കും. മാങ്ങാക്കറി വെച്ചിട്ടുണ്ടോ? മാങ്ങാക്കറി വെച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ രുചി എന്താണ്. അത് മാങ്ങാക്കറി വെക്കുന്ന പോലെ തന്നെ വെക്കുക. ഇതുകൊണ്ട് എന്തെല്ലാം കറികളുണ്ടാക്കാമെന്നറിയോ? തോരൻ വെക്കാം, തീയൽ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുത്ത് ഒഴിച്ച് കൊടുക്കാം. ഉള്ളി, കടുക്, കുരുമുളക് മുറിച്ചിട്ട് വറുക്കുക. ഇരുമ്പം പുളി കറി വെച്ചത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ചോറ്, ചപ്പാത്തി, കപ്പ, പൊറോട്ട എല്ലാ സാധനവും കഴിക്കാം. നല്ല രുചിയായ ഒരു കറി, ഒരു മായമില്ലാത്ത കറി. ഇരുമ്പം പുളിയും കൊണ്ട് കറി വെച്ചത്. ഇതൊന്നും ആരും അങ്ങനെ കറി വെക്കൂല. ഒന്ന് വെച്ച് നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഒരു മായമില്ലാത്ത സാധനമല്ലേ, നമ്മുടെ വീടുകളിലുണ്ടാകുന്നതല്ലേ. ഒക്കെ വെറുതെ പൊഴിഞ്ഞു പോവുമല്ലേ. എത്രയോ വീടുകളിൽ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ വെറുതെ നിന്ന് പൊഴിഞ്ഞു പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു മൂടുണ്ടായി, അതിൽ നിറച്ചും കായ. പക്ഷേ കിളികൾ തരത്തില്ല. അതിന് പൂവെല്ലാം നിങ്ങൾ പറിച്ചുകൊണ്ട് പോകും. പിന്നെ എല്ലാവർക്കും ജീവിക്കണ്ടേ, ജീവിച്ചോട്ടെ. അത് കാണാണ്ട് അതിൻ്റെ കമ്പിൻ്റെ അടുക്കി കിടന്നതാണ് കുറച്ച് കായ. അത് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് കറി വെച്ചു. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലൊക്കെ കറിയൊക്കെ വെച്ച് നോക്കണേ. അതുപോലെ മീനും ഇട്ട് കറി വെക്കാൻ രുചിയാണ്. പുളിക്ക് വരെ നമുക്ക് ഉപയോഗിക്കാം. ഇരുമ്പം പുളി കറി വെച്ചത്. എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ ഇരുമ്പം പുളി കറി വെച്ചത്.